പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സിപിഐക്ക് നൽകില്ല എന്ന് സൂചിപ്പിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സിപിഐഎമ്മിനാണ് ലഭിച്ചിരുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായി ഇരുന്നിട്ടുണ്ടെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ആ പോസ്റ്റ് വന്നത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സിപിഐഎം ആണ് പ്രതിപക്ഷ നേതാവും ഉപനേതാവും എന്ന രീതിയിൽ മുമ്പ് വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് നേരത്തെ പറഞ്ഞ കീഴ്വഴക്കാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുക തന്നെയാണ് ചെയ്യുക. ആർ ശ്രീജിത്തോട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, സിപിഐക്ക് വഴങ്ങുമോ സിപിഐഎം? സിപിഐക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന അസന്ദിഗ്ധമായിട്ടുള്ള പ്രഖ്യാപനമാണ് എം.വി. ഗോവിന്ദൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയാവുന്നത് വളരെ പരിമിതമായ തോതിൽ വളരെ പൊതിഞ്ഞാണ് പറഞ്ഞെങ്കിലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സിപിഐക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ് സിപിഎം നേതൃത്വത്തിന്റെ നിലപാട്. അതായത് ഉപനേതൃസ്ഥാനം സിപിഐഎം തന്നെ വഹിക്കും. അത് കെ.എൻ. ബാലഗോപാലിലേക്ക് എത്തും. ഇപ്പോഴത്തെ തർക്കം പരിഹരിച്ചാൽ കെ.എൻ. ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവായി പ്രഖ്യാപിക്കുന്ന തീരുമാനം സിപിഐഎം അതിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സിപിഐയുടെ ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ആവശ്യം ന്യായമല്ല എന്നതാണ് സിപിഐഎമ്മിന്റെ നിലപാട്. മാത്രമല്ല, ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി എന്നാണോ ആ സ്ഥാനം നിലവിൽ വന്നത് അക്കാലം മുതൽ സിപിഐഎം വഹിച്ചു പോന്നിരുന്ന പദവിയാണ്. വി.എസ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് സിപിഐഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെ കീഴ്വഴക്കം പോലുമുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റവും വരുത്താൻ തങ്ങൾ ഒരുക്കമല്ല എന്ന കാര്യമാണ് എം.വി. ഗോവിന്ദൻ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. സിപിഐയെ മറ്റ് ചർച്ചകളിലൂടെയും മറ്റും അനുനയിപ്പിക്കാൻ ശ്രമിക്കും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചു പോകും എന്നാണ് എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്നാൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിക്കുന്നില്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്താൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് സിപിഐ. മാത്രമല്ല, അതോടൊപ്പം ഈ മറ്റ് തീരുമാനങ്ങൾ, അതായത് LDFന്റെ പാർലമെന്ററി പാർട്ടിയിലെ മറ്റ് ഭാരവാഹിത്വങ്ങളും തങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് കൂടി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിപിഐയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ വിഷയത്തിൽ? CPI നേരത്തെ CPM-നെ ഈ നിലപാട് അറിയിച്ചിരുന്നു. അതായത് പാർലമെന്ററി പാർട്ടി യോഗം ഈ നേതൃസ്ഥാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ വിളിക്കരുത്, തങ്ങൾ വിളിച്ചാൽ പങ്കെടുക്കില്ല, മറ്റ് ഭാരവാഹിത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന കാര്യം അറിയിച്ചിരുന്നു. അത് കത്ത് മുഖേനയാണ് അറിയിച്ചത്. അതിനുശേഷം ഇതുവരെ പിന്നീട് ചർച്ചകളൊന്നും നടന്നിട്ടില്ല. LDFന്റെ നിയമസഭാ സമ്മേളനം അതിൻ്റെ പൂർണ്ണ തോതിൽ ആരംഭിച്ചിട്ടും ഇതുവരെ LDFന്റെ പാർലമെന്ററി പാർട്ടിയും CPIയുടെ എതിർപ്പ് മൂലം ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ഉള്ള ഒരു ഒത്തുതീർപ്പിനുള്ളൊരു കളം ഒരുക്കണമെങ്കിൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്നതാണ് CPIയുടെ ഉറച്ച ഡിമാൻഡ്. മാത്രമല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം ആദ്യം CPIഎമ്മുമായി സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന കാര്യം പരസ്യമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. അതൊരു തന്ത്രപരമായ പിഴവാണെന്ന അഭിപ്രായം CPIക്ക് അകത്ത് തന്നെയുണ്ട്. എങ്കിൽ പോലും പരസ്യമായി ഇത് പ്രഖ്യാപിച്ച് കഴിയുകയും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത ശേഷം ഇനി എങ്ങനെയാണ് ഒരു അനുരഞ്ജനം സാധ്യമാകുക എന്നതാണ് CPIയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. എന്തായാലും CPIയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചർച്ചകളിലൂടെയും മറ്റും നടത്തുമെന്ന് തന്നെയാണ് CPI നേതൃത്വം വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.